ഫ്രണ്ട്സ്, വെർച്വൽ ഗുരുകുലത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും ദിവാലി ആശംസകൾ. ഇന്ന് ദിവാലി സ്പെഷ്യൽ ഒരു സ്വീറ്റ് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതെങ്ങനെ ഉണ്ടാക്കാന്ന് നോക്കാം. അതിനു മുമ്പ് ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന് സെലക്ട് ചെയ്ത് വെക്കാൻ മറക്കല്ലേ. അതിനോടൊപ്പം ലൈക്കും ഷെയറും കമന്റും ചെയ്യാനും മറക്കല്ലേ. അപ്പൊ നമുക്ക് നേരെ തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. ഇതിനു വേണ്ട ഇൻഗ്രീഡിയൻസ്: മൈദപ്പൊടി, പഞ്ചസാര, നെയ്യ്, വെള്ളം, ഡെസിക്കേറ്റഡ് കോക്കനട്ട്, ഏലക്കാപ്പൊടി, ഫുഡ് കളർ, ചോപ്പ്ഡ് പിസ്ത. ഇനി ഇതെങ്ങനെ ഉണ്ടാക്കാന്ന് നോക്കാം. ആദ്യം ഒരു പാൻ വെച്ച് ഫ്ലെയിം ഓൺ ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 1/2 കപ്പ് മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ബ്രൗൺ കളർ ആവുന്നത് വരെ ഇളക്കി കൊടുക്കാം. ഇപ്പോൾ കളർ ഒന്ന് ചേഞ്ച് ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇപ്പൊ ഞാനിതാ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ വെച്ച് അതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് പഞ്ചസാര ഒന്ന് അലിയിപ്പിച്ചെടുക്കണം. നന്നായിട്ട് മെൽറ്റ് ആകുന്നത് വരെ കൈവിടാതെ ഇളക്കിയെടുക്കണം. പഞ്ചസാര ഒന്ന് കുറുകി കയ്യിൽ ഒട്ടിപ്പിടിക്കുന്ന ഒരു കൺസിസ്റ്റൻസി ആകുമ്പോൾ നമുക്ക് ഇതിലേക്ക് നേരത്തെ വറുത്ത് വെച്ച മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ ഇട്ട് വേണം നമ്മൾ മൈദപ്പൊടി ഇട്ട് കൊടുക്കാൻ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പൊ നന്നായിട്ട് മിക്സ് ചെയ്ത് ഈ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഡെസിക്കേറ്റഡ് കോക്കനട്ട്, ഡ്രൈ കോക്കനട്ട് ചേർത്ത് കൊടുക്കാം. ഇത് കടയിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടുന്നതാണ്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പൊ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുത്ത് ഇതും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതിന്ന് പകുതി എടുത്ത് ഒരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ബാക്കിയുള്ളതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ പിസ്ത പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ചെറുതായി ചോപ്പ് ചെയ്ത പിസ്തയാണ്, അത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അത് നന്നായി യോജിപ്പിച്ചെടുക്കാം. ഇങ്ങനെ ഉരുട്ടിയെടുക്കാവുന്ന ഒരു കൺസിസ്റ്റൻസിയാണ് ആവേണ്ടത്. ഇനി നമുക്ക് ഇത് മാറ്റി വെക്കാം. ചൂടാറാൻ വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പൊ
ഇപ്പൊ ചൂടൊന്ന് ആറിയിട്ടുണ്ട്. പിസ്ത ചേർത്തത് നമുക്ക് അങ്ങോട്ട് മാറ്റി വെച്ചതിന് ശേഷം മറ്റേതിലേക്ക് ഫുഡ് കളർ ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കണം. രണ്ടിലേക്ക് നമുക്ക് വേണമെങ്കിൽ കളർ ചേർക്കാം. ഞാൻ ഇവിടെ ഒന്നിലേക്ക് മാത്രമേ കളർ ചേർക്കുന്നുള്ളൂ. രണ്ടിലേക്കും കളർ ചേർത്താൽ കുറച്ചും കൂടി കളർഫുൾ ആയി കിട്ടും. ഞാനിവിടെ ഗ്രീൻ കളറാണ് എടുത്തിട്ടുള്ളത്. 2 ഡ്രോപ്സ് ഗ്രീൻ കളർ അതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് കൈ വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പൊ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇത് മാറ്റി വെക്കാം നമുക്കിനി. ഇനി നമുക്കൊരു ബട്ടർ പേപ്പർ എടുത്ത് അതിലേക്ക് അല്പം ഓയിൽ തൂവി കൊടുക്കാം. ഇനി നമുക്ക് ആദ്യം പിസ്ത ചേർത്ത് തയ്യാറാക്കിയ മിക്സ് ഇതിലേക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കണം. ഇഷ്ടമുള്ള ഷേപ്പിലാക്കിയെടുക്കാം. ഞാനിവിടെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് ട്രയാങ്കിൾ ഷേപ്പിലാക്കിയെടുക്കണം. ബട്ടർ പേപ്പർ വെച്ചിട്ട് തന്നെ നന്നായിട്ട് നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാം. ഇപ്പൊ ഞാനിത് ട്രയാങ്കിൾ ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് ബട്ടർ പേപ്പറിൽ കവർ ചെയ്ത് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാം. ഇനി മറ്റൊരു ബട്ടർ പേപ്പർ എടുത്ത് അതിലേക്ക് ഓയിൽ തൂവി കൊടുത്തതിന് ശേഷം നമ്മുടെ രണ്ടാമത്തെ മിക്സും കൂടി അതിലേക്ക് വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് പരത്തിയെടുക്കണം. മറ്റേതിന് കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് പരത്തിയെടുക്കാം. ഇനി ഇതിന്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കിയ ട്രയാങ്കിൾ ഷേപ്പിലുള്ളതും കൂടി വെച്ചു കൊടുക്കാം. എന്നിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. ഇപ്പൊ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മള്. ഇനി ഇതിന്റെ മുകളിലായി ചെറുതായി ചോപ്പ് ചെയ്ത പിസ്ത ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിന്റെ രണ്ടറ്റവും കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിനെ 2 ഭാഗങ്ങളാക്കി എടുക്കാം. ഇത് ചെറുതായി കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ സ്വീറ്റ്സ് റെഡി ആയിട്ടുണ്ട്. ദീപാവലി സ്പെഷ്യൽ സ്വീറ്റ്സ് ആണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന സ്വീറ്റ്സ് ആണ്. എല്ലാവരും മറക്കാതെ തന്നെ ഉണ്ടാക്കി നോക്കൂ. ഒരിക്കൽ കൂടി ദീപാവലി ആശംസകൾ. താങ്ക് യു ഫോർ വാച്ചിങ്.